നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ വൊക്കാബുലറി സീരീസിലെ 4-ാം ദിനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പര്യായ പദവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്: മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഏത്? മേദിനി. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ശരീരം, സുന്ദരി, ആകാശം, ഭൂമി എന്നിവയാണ്. മേദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമി എന്നതാണ്. മേദിനി, ഭൂമി. ആ വാക്കിൻ്റെ അർത്ഥം മേധസ്സിൽ കുതിർന്നവൾ എന്നാണ്. മേധസ് എന്ന വാക്കിന് എണ്ണ, കൊഴുപ്പ്, നെയ്യ് എന്നൊക്കെയാണ്. അതുകൊണ്ടാണ് തടിച്ച ശരീരമുള്ള, കൊഴുത്ത ശരീരമുള്ളവരെ മേധുര ശരീരർ എന്ന് പറയുന്നത്. മേധുരം എന്ന വാക്കിന് കൊഴുത്തത്, തടിച്ചത് എന്നൊക്കെയാണ്. മേധസ്, കൊഴുപ്പ്, എണ്ണ. അപ്പോൾ പണ്ട് ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ എന്ന് പേരായൊരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചു. അതിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ഹിരണ്യാക്ഷൻ്റെ തടവിൽ നിന്ന് ഭൂമിദേവിയെ രക്ഷിക്കാൻ മഹാവിഷ്ണു വരാഹ അവതാരം പൂണ്ടു. ഈ പന്നിയുടെ ഷേപ്പിൽ അവതരിച്ചു. എന്നിട്ട് ഭൂമിദേവിയെ രക്ഷിച്ചു ഈ ഹിരണ്യാക്ഷൻ്റെ പിടിയിൽ നിന്ന്. എന്നിട്ട് ഈ ഭൂമിദേവിയെ തൻ്റെ തേറ്റയിലേറ്റിക്കൊണ്ട് ഈ വരാഹരൂപിയായ മഹാവിഷ്ണു ഹിരണ്യാക്ഷൻ എന്ന തടിച്ചു കൊഴുത്ത അസുരനെ നിഗ്രഹിച്ചു, കൊന്നു. അപ്പോൾ അയാളുടെ ശരീരത്തിലെ കൊഴുപ്പ്, മേധസ് വീണ് കുതിർന്നു ഈ ഭൂമിദേവി. അങ്ങനെയാണ് മേദിനി എന്ന വാക്ക് വരുന്നത്. മേധസ്സിൽ കുതിർന്നവൾ, കൊഴുപ്പിൽ കുതിർന്നവൾ എന്നൊക്കെയാണ്. മറ്റ് പര്യായങ്ങളിലേക്ക് വന്നാൽ ശരീരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കളേബരം, വപുസ്, രൂപം, ദേഹം, ആകാരം, മേനി, വിഗ്രഹം, ക്ഷേത്രം, ഗാത്രം. ഇതെല്ലാം ശരീരം എന്നർത്ഥം വരുന്നതാണ്. കളേബരം, വപുസ്, ആ വാക്കിന് ശരീരം എന്നർത്ഥമുള്ളത് കൊണ്ടാണ് നമ്മൾ പണ്ട് പാട്ട് പാടിയത്, ഒരു മനസ്സു ഞങ്ങൾക്കൊരു വപുസ് ഞങ്ങൾക്കെന്ന് പാട്ട് പാടിയത്. രൂപം, ദേഹം, ഇതെല്ലാം ശരീരമാണ്. ആകാരം, അതിനും രൂപം എന്നർത്ഥമുണ്ട്. മേനി ശരീരമാണ്. വിഗ്രഹത്തിന് ശരീരം എന്നർത്ഥമുണ്ട്. അതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം, ക്ഷേത്രത്തിലെ ശരീരം. ക്ഷേത്രത്തിന് ശരീരം എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രപുരുഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ക്ഷേത്ര ശരീരം, ക്ഷേത്രത്തെ ഒരു മനുഷ്യ ശരീരത്തോടാണ് സാദൃശ്യപ്പെടുത്തുന്നത്. ആ ക്ഷേത്ര പുരുഷൻ്റെ മുഖമാണത്രേ ഈ ശ്രീകോവിൽ, ഗർഭഗൃഹം നമ്മൾ പറയുന്ന വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം. ഗാത്രം, ആ വാക്കിൻ്റെ അർത്ഥം ശരീരം എന്നാണ്. എന്നാൽ ഒരു അക്ഷരം മാറി ഗോത്രം എന്നായാൽ അതിൻ്റെ അർത്ഥം വംശം, കുലം എന്നൊക്കെയാണ്, ഗോത്രം. എന്നാൽ വീണ്ടും ഒരു അക്ഷരം മാറി കളത്രം എന്നായാൽ ആ വാക്കിൻ്റെ അർത്ഥം ഭാര്യ എന്നാണ്. കുലത്തെ ത്രാണനം ചെയ്യുന്നവൾ, കുലത്തെ രക്ഷിക്കുന്നവളാണ് കളത്രം. വംശത്തെ രക്ഷിക്കുന്നവൾ ഭാര്യ എന്നാണ് കളത്രം. ശരീരം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് കളേബരം, വപുസ്, രൂപം, ദേഹം, ആകാരം, മേനി, വിഗ്രഹം, ക്ഷേത്രം, ഗാത്രം. ആകാശം എന്നർത്ഥം വരുന്ന വാക്കുകളാണ് വാനം, ഗഗനം, വിഹായസ്, നഭസ്, അഭ്രം, അമ്പരം, ഗഗനം, താരാപഥം, ദ്യോവ്, വ്യോമം. ഇതെല്ലാം ആകാശമാണ്. അഭ്രം എന്ന വാക്കിന് ആകാശമെന്നും മേഘമെന്നും അർത്ഥമുണ്ട്. അമ്പരം എന്ന വാക്കിന് ആകാശം എന്നത് കൂടാതെ വസ്ത്രം എന്നും അർത്ഥമുണ്ട്. ഗഗനം ആകാശമാണ്. അതുകൊണ്ടാണ് ആകാശ നീലിമയെ ഗഗന നീലിമ, സ്കൈ ബ്ലൂ നമ്മൾ പറയുന്നത്. താരം എന്ന വാക്കിന് നക്ഷത്രം എന്നാണ്. ആ താരങ്ങൾ സഞ്ചരിക്കുന്ന പഥം, താരങ്ങളുടെ വഴിയാണ് താരാപഥം, ആകാശം. ദ്യോവ്, വ്യോമം ആകാശമാണ്. അതുകൊണ്ടാണ് ആകാശത്തെ സംരക്ഷിക്കുന്ന സേനയെ വ്യോമസേന എന്ന് നമ്മൾ പറയുന്നത്. ഇതെല്ലാം ആകാശം എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. എന്നാൽ ഭൂമി എന്നർത്ഥം വരുന്ന മറ്റു വാക്കുകളാണ് ധര, ധരിത്രി, ധരണി, അവനി, ക്ഷമ, ക്ഷിതി, പൃഥ്വി, മഹി, വസുധ, ഉർവി, ഇള, മേദിനി, ക്ഷോണി, ക്ഷോണി. ഇവയെല്ലാം ഭൂമി എന്നർത്ഥം വരുന്നതാണ്. ഇതിൽ ധര, ധരിത്രി, ധരണി, വസുധ ഈ വാക്കുകൾക്ക് അമ്മ എന്നും അർത്ഥമുണ്ട്, ഭൂമി എന്നും അർത്ഥമുണ്ട്. ക്ഷമ, ക്ഷിതി, പൃഥ്വി ഇതെല്ലാം ഭൂമിയാണ്. ഉർവി, ഇള, ഇള എന്ന വാക്കിന് ഭൂമി എന്നാണെങ്കിലും ഇന്ദു എന്ന വാക്കിന് ചന്ദ്രൻ എന്നും ഇനൻ എന്ന വാക്കിന് സൂര്യൻ എന്നുമാണ്. ഇനൻ സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, ഇള ഭൂമി. അതാണ് ഭൂമിയിൽ ഇരുന്ന് വിശ്രമിക്കുന്നതിനെ ഇളവേൽക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ചേറെ വാക്കുകളുടെ പര്യായ പദങ്ങൾ പരിചയപ്പെട്ടു. ഇത്തരം പര്യായ പദങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വരും ദിവസങ്ങളിൽ ഇനിയും കണ്ടുമുട്ടാം. എല്ലാവരും കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.